കോൺസെൻട്രേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ടോപ്പിക്കിൽ നിന്ന് തന്നെ മനസ്സിലായി, കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയുടെയും വേരിയേഷൻ. കോൺസെൻട്രേഷൻ വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ്, കോൺസെൻട്രേഷൻ അനുസരിച്ച് എങ്ങനെയാണ് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും വേരി ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം എന്താ പറയണത്. ഇതിൽ പറയുന്നത്, ടെക്സ്റ്റിൽ പറയുന്നത്, ബോത്ത് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ചേഞ്ച് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ചേഞ്ച് ആവും. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ എങ്ങനെയാണ്, വീക്ക് ഇലക്ട്രോലൈറ്റിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് conductivity always decreases with decrease in concentration both for weak and strong electrolytes. വീക്കും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി ഡിക്രീസ് ആവും. ഇതിന് കാരണം, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ചോദിക്കാം, എന്താണ് ഇതിന് കാരണം എന്ന് ചോദിക്കാം ഇവിടെ. അപ്പോൾ അതിന് കാരണം നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് അയോൺസ് ദാറ്റ് ക്യാരി ദ കറണ്ട് ഇൻ എ സൊല്യൂഷനിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന ഈ അയോൺസ് ഡിക്രീസ് ചെയ്യും ഓൺ ഡൈല്യൂട്ട് ആവുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസ് ആവും. അപ്പോൾ conductivity of a solution at a given temperature is the conductance of 1 unit volume of solution kept between platinum electrodes. എന്താണ് കണ്ടക്ടിവിറ്റി, എന്താണ് കണ്ടക്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. അതായത് കണ്ടക്ടിവിറ്റി കണ്ടക്റ്റൻസിനോട് ഈക്വൽ ആവുന്ന സന്ദർഭം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. എപ്പോഴാണ്? കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു കണ്ടക്റ്റൻസ് ഇസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു എ ബൈ എൽ ആണ്. അതായത് കാപ്പ എ ബൈ എൽ. അപ്പോൾ എയും എല്ലും ഈക്വൽ ആയാൽ, അതായത് ഏരിയ 1 യൂണിറ്റിയും ലെങ്ത് 1 യൂണിറ്റി ആവുമ്പോൾ അവ എ ബൈ എൽ എന്ന് പറയുന്നത് യൂണിറ്റി ആവും, 1 ആവും. അപ്പോൾ ജി എന്ന് പറയുന്നത് കെക്ക് ഈക്വൽ ആവും, കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിക്ക് ഈക്വൽ ആവും. യൂണിറ്റ്സ് സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ ഇതിൽ പറയുന്നത് കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ, ഒരു ഗിവൺ കോൺസെൻട്രേഷനിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആവുന്നു. എപ്പോൾ? ഓഫ് 1 യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ, ഒരു യൂണിറ്റ് വോളിയം സൊല്യൂഷനിൽ ഇരിക്കുമ്പോൾ ഓഫ് കെപ്റ്റ് ബിറ്റ്വീൻ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്, 2 പ്ലാറ്റിനം യൂണിറ്റ് ഏരിയ ഓഫ് കോൺസെൻട്രേഷനും യൂണിറ്റ് ലെങ്ത് ഡിസ്റ്റൻസുമുള്ള പ്ലാറ്റിനം ഇലക്ട്രോഡ്സിൻ്റെ ഇടയിലിരിക്കുന്ന ഒരു സൊല്യൂഷൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. അപ്പോഴാണ് കണ്ടക്ടിവിറ്റി കണ്ടക്റ്റൻസിന് ഈക്വൽ ആവുന്നത്. അപ്പോൾ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ is the conductance of the volume V of solution containing 1 mole of electrolyte kept between 2 electrodes with the area of cross section A and distance of unit length. ഇത് സെയിം തന്നെയാണ് പറയുന്നത്, പക്ഷെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. എന്താണത്? 1 mole വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ്. ആ സൊല്യൂഷനിൽ 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവണം എന്നാണ് മോളാർ കണ്ടക്ടിവിറ്റി പറയുന്നതിൽ പറയുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ കെ എ ബൈ എൽ തന്നെയാണ്, ഇസ് ഈക്വൽ ടു കെ. അപ്പോൾ അതാവുന്ന സന്ദർഭം എൽ ഈക്വൽ ടു 1ഉം എ ഈക്വൽ ടു വി. വി എന്ന് പറയുന്നത് 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. അതായത് ഡൈല്യൂട്ട് ആവുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. കണ്ടക്ടിവിറ്റിയുടെ കേസല്ല, മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസാണ് പറയുന്നത്. നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ കേസ് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ബോത്ത് ഫോർ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഇവിടെ പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ഡൈല്യൂട്ട് ആകുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവുകയാണ്.
അതിന് കാരണം വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് ബിക്കോസ് ദ ടോട്ടൽ വോളിയം വി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole of electrolyte also increases. ടോട്ടൽ വോളിയം വി എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ വോളിയം കണ്ടെയ്നിങ് 1 mole of electrolyte 1 mole എന്ന് പറയുന്ന ആ സൊല്യൂഷൻ്റെ വോളിയം കൂടുന്നതിന് കാരണമാണ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഡൈല്യൂഷൻ ആവുമ്പോൾ, അതായത് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ആവുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഇനി ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ഡിക്രീസ് ഇൻ കെ ഓൺ ഡൈല്യൂഷൻ of a solution is more than compensated by increase in its volume. നമ്മൾ അതായത് സയൻറ്റിസ്റ്റ് ഇത് ഇങ്ങനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് കണ്ടക്ടിവിറ്റി കുറയുമ്പോൾ ഡിക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ഓൺ ഡൈല്യൂഷൻ, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. അത് വോളിയം കോമ്പൻസേറ്റ്, ഇൻക്രീസ് ഇൻ വോളിയം അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മോളാർ കണ്ടക്ടിവിറ്റിയിൽ ഡൈല്യൂട്ടഡ് ആവുമ്പോൾ, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ, കണ്ടക്ടിവിറ്റി കുറയുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം. ഇനി physically it means that at a given concentration lambda m can be defined as the conductance of the electrolytic solution kept between electrolytes of conductivity cell at unit distance but having area of cross section large enough to accommodate sufficient volume of solution that contains 1 mole of electrolyte. അതായത് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡൈല്യൂഷൻ ആവുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു, പക്ഷേ വോളിയം ഇൻക്രീസ് ആവുന്നതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നു. ക്ലിയർ? ഇനി എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? വെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0 ഡൈല്യൂട്ടഡ് ആവുമെന്ന് പറഞ്ഞല്ലോ. ഡൈല്യൂഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഡിക്രീസസ് എന്നാണ് അർത്ഥം. സൊല്യൂട്ടിൻ്റെ അല്ലെങ്കിൽ അയോൺസിൻ്റെ ആയിരിക്കില്ല, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറയുക എന്നർത്ഥം. അപ്പോൾ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് ടു 0, when concentration approaches 0, molar conductivity is known as limiting molar conductivity. കോൺസെൻട്രേഷൻ 0 ആവുന്ന കേസിലാണ് മോളാർ കണ്ടക്ടിവിറ്റിയെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡ എമ്മിൻ്റെ മേലെ ഒരു 0, ലാംഡ എം 0 എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ വേരിയേഷൻ ഇൻ ലാംഡ എം വിത്ത് കോൺസെൻട്രേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ വിത്ത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം CH3COOH എന്ന് പറഞ്ഞാൽ എന്താണ്? അസിറ്റിക് ആസിഡാണ്. KCl എന്ന് പറഞ്ഞു വെച്ചാൽ പൊട്ടാസ്യം ക്ലോറൈഡ്. അപ്പോൾ CH3COOH എന്ന് പറയുന്ന അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റും KCl എന്ന് പറയുന്ന പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റുമാണ്. ഇവയുടെ കോൺസെൻട്രേഷനും മോളാർ കണ്ടക്ടിവിറ്റിയുടെയും വേരിയേഷനാണ് ഈ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് കണ്ടുവോ? അതായത് ഫസ്റ്റിൽ വീക്ക് ഇലക്ട്രോലൈറ്റിൽ നമ്മൾ ബോയ്ൽസിലൊക്കെ പഠിച്ചവർക്കറിയാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കാണുന്നത് മോളാർ കണ്ടക്ടിവിറ്റിയും അതുപോലെ ഏതാണ് മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും. പക്ഷെ KClൻ്റെ കേസിൽ അതൊരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കാണുന്നത്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല, ഡയറക്റ്റ്ലി അത് നെഗറ്റീവ് സെൻസിലും ആവാം, ഇതിലും ആവാം. ലാംഡ എം ഇൻക്രീസസ് സ്ലോലി വിത്ത് ഡൈല്യൂഷൻ കൂടുമ്പോൾ ലാംഡ എം ഇൻക്രീസ് ആവുന്ന കേസാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കാം. അപ്പോൾ ഈ ഗ്രാഫ് ശരിക്കും വായിക്കുക, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. ഈ ഗ്രാഫ് തന്നിട്ട് ഈ വേരിയേഷന് എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ് KCl എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലാംഡ എം ഇൻക്രീസസ് സ്ലോലി വിത്ത്
ഡൈല്യൂഷൻ എന്നാണ് ഇതിൽ പറയുന്നത്. ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ അതൊരു ഇക്വേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് എ സി ഹാഫ്, എ സി റേസ് ടു ഹാഫ്. അപ്പോൾ നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതിൽ എം എന്ന് പറയുന്നത് സ്ലോപ്പും സി എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റുമാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നതാണ് സ്ലോപ്പ്, ലാംഡ എം 0 പറയുന്നതാണ് ഇൻ്റർസെപ്റ്റ്, y എന്ന് പറയുന്നത് ലാംഡ എമ്മും ആണ്. അപ്പോൾ ലാംഡ എം എഗെയിൻസ്റ്റ് സി ഹാഫ് ചെയ്യുമ്പോൾ, അതായത് സി ഹാഫ് എക്സ് ആക്സിസിലും ലാംഡ എം വൈ ആക്സിസിലും ആയിട്ട് കൊടുക്കുമ്പോൾ ലാംഡ എം 0 ഇൻ്റർസെപ്റ്റും സ്ലോപ്പ് മൈനസ് എയും ആയിരിക്കും. ഇവിടെ മൈനസ് ചിഹ്നം ഞാൻ നോക്കിയില്ല, മൈനസ് എ ആണ് സ്ലോപ്പ്. അപ്പോൾ വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് എ, അതായത് സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ എ ഗിവൺ സോൾവെൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ ടൈപ്പിനെ അനുസരിച്ചാണ് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത്. ഫോർ എ ഗിവൺ സോൾവെൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ അതും പറയുന്നുണ്ട്. അതായത് the charges on cation and anion produced on the dissociation of the electrolyte. ഇലക്ട്രോലൈറ്റ് ഡിസോസ് ചെയ്യുമ്പോൾ ആനിയോണിൻ്റെ കാറ്റയോണിൻ്റെ ചാർജിനനുസരിച്ചായിരിക്കും എയുടെ വാല്യൂ എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ കെ സി എൽ പഠിച്ചു. കെ സി എൽ എന്ന് പറയുന്നത് സിമിലർ ടു NaCl ആണ്, അതായത് 1,1 ടൈപ്പാണ്. CaCl2 എന്ന് പറയുന്നത് 2,1 ടൈപ്പാണ്. കാരണം എന്താണ്? സിഎലിന് 1 മൈനസും സിഎക്ക് 2+ഉം ആണ്. അതുകൊണ്ടാണ് 2,1 എന്ന് പറയാൻ കാരണം. അതുപോലെ MgSO4 എന്ന് പറയുന്നതിന് 2,2 ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണ്. അതുപോലെ എല്ലാ ഇലക്ട്രോലൈറ്റ്സും ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ്, ഒരേപോലത്തെ സിമിലർ ടൈപ്പിന് ഹാവ് ദ സെയിം വാല്യൂ ഓഫ് എ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാമ്പിൾ 3.6 നോക്കാം. അതായത് മോളാർ കണ്ടക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട് അറ്റ് 298 കെൽവിൻ. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളൊരു പ്ലോട്ട് വരയ്ക്കണം. ഷോ ദാറ്റ് എ പ്ലോട്ട് ബിറ്റ്വീൻ ലാംഡ ആൻഡ് സി ഹാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനല്ല പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സി ഹാഫ് മോൾ ലിറ്റർ റേസ് ടു മൈനസ് ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് പറയുന്നുണ്ട്. സി റേസ് ടു ഹാഫ് ആണ് സംഭവം. സി റേസ് ടു ഹാഫ് എങ്ങനെ കാണാം? സി പെർ മോൾ സി അല്ലെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു മൈനസ് എൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അതുപോലെ ലാംഡ എം അത് സിമിലർ വാല്യൂ തന്നെ. രണ്ടും നോക്കുമ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻ്റർസെപ്റ്റ്, നമുക്കൊരു ഇൻ്റർസെപ്റ്റ് കിട്ടി. അത് വൈയിലാണ് ഇൻ്റർസെപ്റ്റ് വരിക. ആ വൈ എന്ന് പറയുന്നത് 150 ആണ്. ആൻസറിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. വൈ എന്ന് പറയുന്നത് എന്താണ് 150 ആണ്. സ്ലോപ്പ് നമുക്ക് എങ്ങനെ കാണാം? dy/dx ആണ് സ്ലോപ്പ് എപ്പോഴും. അപ്പോൾ dy എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ dy പറഞ്ഞു വെച്ചാൽ ചേഞ്ച് ഇൻ y വാല്യൂ ബൈ ചേഞ്ച് ഇൻ എക്സ് വാല്യൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 87.46 എന്നാണ് എയുടെ വാല്യൂ കിട്ടുന്നത്. എ പറയുന്നത് സ്ലോപ്പാണ്, മൈനസ് സ്ലോപ്പ് എ ആണ്, അതിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വേരിയേഷൻ ഓഫ് ലാംഡ എം അഗെയിൻസ്റ്റ് സി ഹാഫ് ആണ്. അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ടാണ് അതിന് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത്. ഇനി കോൾറാഷ് എന്ന സയൻറ്റിസ്റ്റ് ഒരു കണ്ടുപിടിച്ചു. Kohlrausch examined lambda and 0 values for a number of strong electrolytes and observed certain regularities. So he noted that the difference in lambda and 0 of electrolytes Nx, Kx for any x is nearly constant. അതായത് NaXൻ്റെയും KXൻ്റെയും എക്സ് എന്ന് പറയുന്നത് നമ്മൾ സിമിലർ ആയിട്ടുള്ള എടുക്കണം. ഇപ്പോൾ ഹാലിജൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ KCl NaCl ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ലാംഡ എൻ 0 എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സിമിലർലി it has been found that
lambda m0 NaBr minus lambda m0 NaCl is equal to lambda m0 of KBr minus lambda m0 of KCl. അതായത് NaBr minus NaCl ഡിഫറൻസ് ഒരേ തരത്തിലുള്ള ഡിഫറൻസും സെയിം ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ കോൾറാഷ്യസ് ഒരു ലോ കൊണ്ടുവന്നു. കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അദ്ദേഹം ഈ ലോയിലൂടെ സ്റ്റേറ്റ് ചെയ്തത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് as the sum of the individual contribution of the anion and cation of the electrolyte. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ആനിയോണിൻ്റെയും കാറ്റയോണിൻ്റെയും ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ്റെ സമ്മാണ് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അതായത് ലാംഡ m0 എന്ന് പറയുന്നത്. ലാംഡ m0 എന്ന് പറയുന്നത് ഈ ഡിനോഷനാണ് നമ്മൾ കൊടുക്കുക. മേലയിലൊരു വാലില്ല, ഇതിലൊരു വാലുണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ലാംഡ NaCl എന്ന് പറയുമ്പോൾ ലാംഡ Na പ്ലസ് ലാംഡ 0 Na പ്ലസ് ആൻഡ് ലാംഡ 0 Cl മൈനസ് ആണ് അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ആൻഡ് NaCl മൈനസ് അയോൺസ്. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ലാംഡ 0 Na പ്ലസ് പ്ലസ് ലാംഡ 0 Cl മൈനസ് എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ if an electrolyte on dissociation gives V plus cations and V minus anions, then its limiting molar conductivity is given by V plus എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാർജ് ആയിരിക്കും വിചാരിക്കണം. നമുക്ക് നോക്കാം, താഴെ വരുന്ന ക്വസ്റ്റ്യൻസിൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എത്ര ചാർജ് എന്നല്ല, എത്ര കാറ്റയോൺസ് എത്ര ആനിയോൺസ് എന്നാണ് വി പ്ലസ് വി മൈനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ K2SO4 എന്ന് പറയുമ്പോൾ 2K പ്ലസ് ആണല്ലേ. അപ്പോൾ വി പ്ലസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും, അതായിരിക്കും ഉദ്ദേശിക്കുന്നത് വിചാരിക്കണം. നമുക്ക് താഴെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ആനിയോണിൻ്റെയും കാറ്റയോണിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ പ്ലസ് 0 ലാംഡ മൈനസ് 0 ആണ്. താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, മോളാർ കണ്ടക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ വെറുതെ ഒന്ന് കമ്പയർ ചെയ്യുക അതിനെ കുറിച്ച്. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് അസിറ്റിക് ആസിഡ് എങ്ങനെയാണ് അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് നോക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് അസിറ്റിക് ആസിഡ് ഹാവ് ലോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറ്റ് ഹൈ കോൺസെൻട്രേഷൻ ആൻഡ് ഹെൻസ് ഫോർ സച്ച് ഇലക്ട്രോലൈറ്റ്സ്. അതായത് ലോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് ഹൈ കോൺസെൻട്രേഷനിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് കാണിക്കുക. അപ്പോൾ അങ്ങനത്തെ ഇലക്ട്രോലൈറ്റ്സിന് ചേഞ്ച് ഇൻ ലാംഡ എം വിത്ത് ഡൈല്യൂഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ചേഞ്ച് ഇൻ ലാംഡ എം വിത്ത് ഡൈല്യൂഷൻ ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ഹൈ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഇൻ ലാംഡ എം വിത്ത് ഡൈല്യൂഷൻ കൂടുമ്പോൾ, അതായത് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ആവും. അതുകൊണ്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് അയൺസ് ഇൻ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ്. ഒരു മിനിറ്റ്. Weak electrolytes like acetic acid have low degree of dissociation at a higher concentration. Higher concentration and low degree of dissociation ആണ്. അപ്പോൾ the change in lambda m with dilution is due to increase in the degree of dissociation. അപ്പോൾ ഡൈല്യൂഷൻ കാരണം അവയുടെ മോളാർ കണ്ടക്ടിവിറ്റി ചേഞ്ച് ആവാൻ കാരണം ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിലുള്ള ഇൻക്രീസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് ഇൻ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. കോൺസിക്വൻ്റ്ലി ദ നമ്പർ ഓഫ് അയോൺസ് ഇൻ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷനിലെ നമ്പർ ഓഫ് അയോൺസ് ദാറ്റ് കണ്ടെയ്ൻസ് 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. അതിൻ്റെ 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് ഉള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് അയോൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലാംഡ എം എന്ന് പറയുന്നത് ഇൻക്രീസസ് സ്റ്റീപ്ലി ഓൺ ഡൈല്യൂഷൻ എന്നാണ് പറയുന്നത്. ഡൈല്യൂഷൻ കൂടുമ്പോൾ
ലാംഡ എന്ന് പറയുന്നത് ഇൻക്രീസസ് സ്റ്റീപ്ലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നിയർ ലോവർ കോൺസെൻട്രേഷൻസ്. എസ്പെഷ്യലി നിയർ ലോവർ കോൺസെൻട്രേഷൻസ്. മറ്റേതിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഡൈല്യൂഷൻ കൂടുമ്പോൾ സ്ലോ ഇൻക്രീസ് ആണ് എന്നാണ് പറഞ്ഞത് അല്ലേ? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് സ്ലോലി വിത്ത് ഡൈല്യൂഷൻ. ഡൈല്യൂട്ടഡ് ആവുമ്പോൾ, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ലാംഡയം എന്ന് പറയുന്നത് സ്ലോലി ഇൻക്രീസ് ആവും എന്നാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് പറയുന്നത്. സ്ലോലി ഇൻക്രീസിങ്, അത് ശ്രദ്ധിക്കുക. നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് എടുത്തപ്പോൾ ലാംഡയം ഇൻക്രീസസ് സ്റ്റീപ്ലി ഓൺ ഡൈല്യൂഷൻ. അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയുന്നത് സ്റ്റീപ്ലി ആണ്. സ്റ്റീപ്ലി പറഞ്ഞാൽ ഫാസ്റ്റ് റേറ്റിലായിരിക്കും എന്ന് വിചാരിക്കാം. Especially near low concentrations. So lambda m 0 cannot be obtained by extrapolation of lambda m to 0 concentration. സീറോ കോൺസെൻട്രേഷനിൽ നമുക്ക് ഒരിക്കലും ലാംഡ എം കിട്ടില്ല. അതായത് ലാംഡ എം സീറോ, അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നത് നമുക്ക് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ബൈ എക്സ്ട്രാപ്പൊളേഷൻ. ഗ്രാഫ് വരച്ചിട്ടൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അറ്റ് എ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, അതായത് സി സീറോ ആവുന്ന കേസിൽ ഇലക്ട്രോലൈറ്റ്സ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. അതായത് ആൽഫ 1, ആൽഫ ഈക്വൽ ടു 1, ആൽഫ ഈക്വൽ ടു 2 എന്ന രീതിയിൽ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ അറ്റ് സച്ച് ലോ കോൺസെൻട്രേഷൻ ദ കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ ഇസ് സോ ലോ. ലോ കോൺസെൻട്രേഷനിൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി സൊല്യൂഷൻ വളരെയധികം ലോ ആയിരിക്കും. ഇറ്റ് cannot be measured accurately നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ലോ കോൺസെൻട്രേഷൻ കണ്ടക്ടിവിറ്റി വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ലാംഡ എം 0 ഫോർ electrolytes is obtained by using Kohlrash's law of independent migration of ions. അപ്പം മേലെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് വെച്ചാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് therefore lambda m04 a weak electrolyte is obtained by using Kohlrash's law of independent migration of ion. എക്സാമ്പിൾ 3.8 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം എന്താണ് കൊടുക്കുന്നത്. ഒരു അണി കോൺസെൻട്രേഷൻ സി, അത് ആ ക്വസ്റ്റ്യൻ്റെ ആണ് കേട്ടോ നമ്പർ തോന്നുന്നു. അപ്പോൾ സി കോൺസെൻട്രേഷനിൽ ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണെങ്കിൽ കോൾറാഷസ് ലോ പറയുന്നത് റേഷ്യോ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം അറ്റ് ദ കോൺസെൻട്രേഷൻ സി ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ലാംഡ എം ടു റേഷ്യോ ഓഫ് ലാംഡ എം ടു ലാംഡ എം 0 ആണ്. അതായത് നമ്മൾ ഇക്വിലിബ്രിയത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആൽഫ എങ്ങനെയാണ് കാണുക, കെ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സി ആൽഫ സ്ക്വയറിൽ ആൽഫയെ നമ്മൾ മേലത്തേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, സി ലാംഡ എം സ്ക്വയർ ബൈ ലാംഡ എം 0 ഇൻറ്റു ലാംഡ എം 0 മൈനസ് ലാംഡ എം. അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് കോൾറാഷസ് ലോ ആണ് പറയുന്നത്. യൂസിങ് കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കോൾറാഷസ് ലോ പറയുന്നു മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ലാംഡ എം ഫോർ എനി ഇലക്ട്രോലൈറ്റ് ഫ്രം ദ ലാംഡ എം 0 ഓഫ് ഇൻഡിവിജ്വൽ അയോൺസ്. Moreover, for weak electrolytes like acetic acid, it is possible to determine the value of its dissociation constant once we know the lambda m 0 and lambda m at a given concentration C. അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഇനി ലാംഡ എം 0 കണ്ടുപിടിക്കാൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി CaCl2 Mg4 എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച ഇൻഡിവിജ്വൽ അയോൺസിൻ്റെ ഒരു വാല്യൂ ആണ്
ലാംഡ സമ്മിൻ്റെ ഒരു വാല്യൂ ആണ് ലാംഡ എംസിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ CaCl2 പറയുമ്പോൾ നമുക്ക് എന്ത് പഠിക്കാം? Ca ഒന്നേ ഉള്ളൂ, Cl2 രണ്ടുണ്ട്. അപ്പോൾ ലാംഡ Ca2 പ്ലസ് 2 ലാംഡ Cl മൈനസ് എന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ടേബിൾ അവിടെ മേലെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ടേബിളിൽ നിന്ന് വാല്യൂസ് എടുക്കുക. Ca2 പ്ലസ് 119 ആണ് പ്ലസ് 2 ഇൻറ്റു 76.3 ചെയ്യുമ്പോൾ നമുക്ക് അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ചെയ്യും. സിമിലർലി നമ്മൾ MgSO4 ചെയ്യും. പക്ഷേ MgSO4ൽ 2 മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇൻഡിവിജ്വൽ ആനോൺസിലോ കാറ്റോൺസിലോ വരുന്നില്ല. കാരണം രണ്ടിൻ്റെയും നമ്പർ ഈക്വലാണ്, വാലൻസി ഈക്വലാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ എങ്ങനെയാണ് HACയുടെ ലാംഡ 0 കാണുക? ബൈ കാൽക്കുലേറ്റിംഗ് NaCl HCl ആൻഡ് NaC ഉപയോഗിച്ച് യൂസിങ് NaCl HCl NaCയുടെ ലാംഡ M0 ഉപയോഗിച്ചിട്ട് എങ്ങനെ? അപ്പം അതിന് പൊതുവായ ഘടകങ്ങൾ എടുക്കുക, മൈനസ് ചെയ്ത് എല്ലാത്തിൻ്റെയും അതായത് ഇപ്പോൾ HAC ആണ് നമുക്ക് കാണേണ്ടത്, ലാംഡ 0 ഓഫ് HAC. അപ്പോൾ നമുക്ക് എന്താണ് ലാംഡ എങ്ങനെ കാണുക? ലാംഡ H പ്ലസ് ലാംഡ AC ആണ് ലാംഡ HAC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് എങ്ങനെ എത്തിക്കാം എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ HO ACയും ഏതിലൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക. ഒന്ന് HCl H ഉണ്ട്, മറ്റൊന്ന് NaACയിൽ AC ഉണ്ട് അല്ലേ? അപ്പോൾ H പ്ലസ് Cl മൈനസ് Na പ്ലസ് AC മൈനസ് NaCl ചെയ്യുക. ഇതിൽ രണ്ടിൽ നിന്നും NaCl കുറച്ച് വെച്ച് ബാക്കി Hഉം ACയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ M0 ഓഫ് HAC കിട്ടി. ആവശ്യമില്ലാത്തതിനെ കുറയ്ക്കുക, അത്രയേ ഉള്ളൂ, ആഡ് ചെയ്തിട്ട് അത്രേ ഉദ്ദേശിക്കുന്നു. എക്സാമ്പിൾ 3.0 കണ്ടക്ടിവിറ്റി 0.001028 മോൾ ലിറ്റർ റേസ്റ്റ് മൈനസ് 1 തന്നിട്ടുണ്ട്. മോൾ ലിറ്റർ റേസ്റ്റ് മൈനസ് 1 എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്, അപ്പോൾ അത് കോൺസെൻട്രേഷനാണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് Siemens സെൻറ്റിമീറ്റർ റേസ്റ്റ് മൈനസ് 1 ആണ്. അസിറ്റിക് ആസിഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്, 4.95 × 10⁻⁵ തന്നിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് കാണേണ്ടത്. If lambda M0 for acetic acid is 390.5 Siemens centimeter square mole raised to minus 1. മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു K/C × 1000 ചെയ്താൽ മതി, കാരണം സെൻറ്റിമീറ്റർ റേസ്റ്റ് ടു മൈനസ് 1 ഓക്കെ അല്ലേ? അപ്പോൾ × 1000 ചെയ്യുക. 4.95 × 10⁻⁵ C × 1000 ചെയ്യുമ്പോൾ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടി. ആൽഫ എങ്ങനെയാണ്? മേലത്തെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഫോർമുല ഓർമ്മിക്കുക, ലാംഡ M ബൈ ലാംഡ 0 ചെയ്തു, അപ്പോൾ നമുക്ക് ആൽഫ കിട്ടി. ഇനി K ഈസ് ഈക്വൽ ടു K എന്ന് പറയുന്നത് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്നൊക്കെ നമ്മൾ ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ പഠിച്ചു. C ആൽഫ സ്ക്വയർ ബൈ 1 - ആൽഫ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതും കിട്ടി. 1.78 × 10⁻⁵ എന്ന് മോൾ ലിറ്റർ റേസ്റ്റ് ടു മൈനസ് 1. അപ്പോൾ കെയും കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെയും വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെയും കോൾറാഷസ് ലോവും ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഇത്രയാണ് പഠിച്ചത്. നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിലും ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടക്ടിവിറ്റി കുറയുന്നു എന്ന് പഠിച്ചു, പക്ഷേ രണ്ടിൻ്റെയും ഡിഗ്രി വ്യത്യാസമാണെന്ന് പഠിച്ചു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ സ്ലോലി കണ്ടക്ടിവിറ്റി കുറയും, വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ സ്റ്റീപ്ലിയാണ്, സഡൻ ഡിക്രീസ് ആണ് കാണുന്നത്. അപ്പോൾ അതാണ് ആ ഫോർമുലയിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നത്. കണ്ടോ?
അപ്പോൾ ഞാൻ ബോയിൽസ് ലോ പഠിച്ചപ്പോൾ ഞാനൊന്ന് അതുമായിട്ട് കമ്പയർ ചെയ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു. അത് കാരണം ഡൈല്യൂഷൻ ആണല്ലോ, ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നു എന്നുള്ള ഒരു കേസിലാണ് പറയുന്നത്. ഞാനിപ്പോൾ തിരിച്ചു പറഞ്ഞു സംശയമായി. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ ലാംഡായം ഇൻക്രീസ് ആവും സ്ലോലി വിത്ത് ഡൈല്യൂഷൻ. ഡൈല്യൂഷൻസ് ലാംഡായം കൂടുന്നത് സ്ലോലിയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ. വിത്ത് ഡൈല്യൂഷൻ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൽ സ്റ്റീപ്ലി ഇൻക്രീസ് ഉണ്ട്, സ്റ്റീപ്ലി ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ എന്നാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ പഠിക്കുന്നത്. ഒരിക്കലും നോക്കാം എന്താ പറയണേ. Weak lambda-M increases steeply on dilution, especially near low concentration. Lower concentration ആണ് എസ്പെഷ്യലി ഇത് കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ കോൾറാഷ്യസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾറാഷ്യസ് ലോയിൽ ഇൻഡിവിജ്വൽ കാറ്റയോൺ ആനിയോണിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമം. അപ്പോൾ നമ്മൾ വാലൻസി ശ്രദ്ധിക്കണം, വാലൻസിയും നമ്പർ ഓഫ് അയോൺസ് ശ്രദ്ധിക്കണം. മാത്രമല്ല വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഫോർമുല പഠിക്കുക. ആൽഫ = ലാംഡ m / ലാംഡ m0. അതുപോലെ K = C⁴² / 1 - ആൽഫ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഈ ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് വരിക. ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്. കോൾറാഷ്യസ് ലോ ഉപയോഗിച്ചുള്ള കണക്ക് ആ ടെക്സ്റ്റിൽ കൊടുത്ത 2 കണക്കും നിങ്ങൾ രണ്ടും നല്ല കുറേ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഡിസ്കസ് ചെയ്ത് അതുപോലത്തെ മെത്തേഡ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് വരിക. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. താങ്ക് യു.